ആലുവയിൽ ഒരു കല്യാണ വീട്ടിൽ തലേന്ന് ഒരു സങ്കടകരമായ ഒരു സംഭവമുണ്ടായി. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. എല്ലാവരെയും സങ്കടപ്പെടുത്തുന്ന, അതോടൊപ്പം വളരെയധികം ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദൃശ്യമായിരുന്നു അത്. മരണം എത്രത്തോളം മനുഷ്യനിലേക്ക് അടുത്തിരിക്കുന്നുവെന്ന് മനുഷ്യരെ ചിന്തിപ്പിക്കുന്ന ഒരു ദൃശ്യം. സന്തോഷങ്ങളും ആഹ്ലാദങ്ങളും ഏതു നിമിഷം വേണമെങ്കിലും മാറി മറിയാമെന്ന് മനുഷ്യരെ ചിന്തിപ്പിക്കുന്ന ഒരു ദൃശ്യം. ആലുവയിലൊരു കല്യാണ വീടാണ്. ആ കല്യാണ വീട്ടിൽ തലേന്ന് എല്ലാവരും ഒരുമിച്ച് കൂടി. ബന്ധുക്കളും കൂട്ടുകാരും സുഹൃത്തുക്കളും കുട്ടികളും അങ്ങനെ നിരവധി പേർ. നാളെ കല്യാണത്തിൻ്റെ ആ ഒരു ആഹ്ലാദത്തിൽ എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. അങ്ങനെ ആ വീടിന് മുമ്പിൽ വെച്ചുകൊണ്ട് ഒരു കോൽക്കളി നടക്കുന്നു. പ്രായമുള്ളവരും ചെറുപ്പക്കാരും എല്ലാവരും ആ ടീമിലുണ്ട്. അങ്ങനെ നല്ല പാട്ടൊക്കെ ഇട്ടുകൊണ്ട് അവർ സന്തോഷത്തോടുകൂടി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ പെട്ടെന്ന് മരണപ്പെട്ടു വീഴുന്നു. അങ്ങനെ സന്തോഷങ്ങൾ നിറഞ്ഞ ആ ഒരു കല്യാണ വീട് ഒരു മരണ വീട് പോലെയായി മാറുകയാണ്. എല്ലാവരും ദുഃഖത്തിലാവുകയാണ്. ആ കാഴ്ച നിങ്ങളെ ഞാനൊന്ന് കാണിക്കാം. കണ്ടില്ലേ, എല്ലാവരും സന്തോഷത്തിലായിരുന്നു. ആ സന്തോഷത്തിനിടയിലാണ് ഒരു മനുഷ്യനിലേക്ക് മരണം എത്തിച്ചേർന്നത്. മുസ്ലിം ലീഗിൻ്റെ എടയപ്പുറം ശാഖ വൈസ് പ്രസിഡന്റാണ് എടയപ്പുറം മാനാടത്തെന്നറിയപ്പെടുന്ന എം അലി. അദ്ദേഹത്തിന് 57 വയസ്സാണ് പ്രായം. മുസ്ലിം ലീഗിൻ്റെ സജീവ പ്രവർത്തകനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അവസാന ആ നിമിഷങ്ങൾ, ആ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ആ കല്യാണ വീട്ടിൽ തനന കൊൽക്കളി എന്ന് പറയുന്ന ഒരു സംഘം പരിപാടി അവതരിപ്പിക്കുന്നതിനിടയിലാണ് ഇദ്ദേഹം പെട്ടെന്നിങ്ങനെ കുഴഞ്ഞു വീഴുന്നത്. ഉടൻ തന്നെ അവിടെ കൂടി നിന്നവർ അദ്ദേഹത്തെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചു. പക്ഷെ റബ്ബിൻ്റെ വിധി മറ്റൊന്നായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടുപോയി. ഇന്ന് രാവിലെ 11 മണിക്ക് അദ്ദേഹത്തെ എടയപ്പുറം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ കബറടക്കം ചെയ്തു. ആഷിർ, ഷെഫിൻ, സന, ഫാത്തിമ എന്ന് പറയുന്ന 3 മക്കളുണ്ട് അദ്ദേഹത്തിന്. നോക്കി, ഇത്രയേ ഉള്ളൂ മനുഷ്യനെന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ കടന്നു വരുന്ന ഒന്നാണ് മരണം. അത് എങ്ങനെ, ഏത് സാഹചര്യത്തിൽ, എപ്പോൾ കടന്നു വരുമെന്ന് നമുക്കൊട്ടും പ്രവചിക്കാൻ പോലും സാധിക്കില്ല. നിങ്ങൾക്കറിയാം, കുറച്ചു മാസങ്ങൾക്ക് മുമ്പാണ് ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയത്. ഒരു കല്യാണം നടക്കുന്ന ഒരു ഓഡിറ്റോറിയമായിരുന്നു. ആ ഓഡിറ്റോറിയത്തിന്റെ വേദിയിൽ നിക്കാഹുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് ആ വേദിയിലുണ്ടായിരുന്ന 100 കണക്കിന് ആളുകളെ കാണാൻ സാധിച്ചു. അത്തരം ആൾക്കൂട്ടങ്ങൾക്കിടയിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ കസേരയിൽ ചാരി കിടക്കുന്നുണ്ട്. കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം ചാരി ഉറങ്ങുന്നത് പോലെ തോന്നുകയുള്ളൂ. പക്ഷേ യഥാർത്ഥത്തിൽ അദ്ദേഹം ഉറങ്ങുകയായിരുന്നില്ല. നേരെ മറിച്ച് അദ്ദേഹം മരണപ്പെട്ട് കിടക്കുകയായിരുന്നു. തൊട്ടടുത്തിരിക്കുന്ന വ്യക്തി പോലും അറിഞ്ഞിട്ടില്ല അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ള കാര്യം. ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. അതിനോടൊപ്പം നിങ്ങൾ മറ്റൊരു വീഡിയോയും കണ്ടു കാണും. ഒരു കല്യാണത്തിൻ്റെ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്റ്റേജിൽ മറ്റുള്ളവർക്കൊപ്പം പാട്ടുപാടിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് കുഴഞ്ഞു വീണ് ഇതുപോലെ മരണപ്പെട്ടു പോയൊരവസ്ഥ. അതിനാൽ മനസ്സിലാക്കണം, ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ ലോകത്ത് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി ജീവിക്കുന്നവരാണ് നാം എല്ലാവരും. നമുക്ക് മുമ്പേ മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. അവരും നമ്മെപ്പോലെ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി ജീവിച്ചവരാണ്. പക്ഷെ അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയാതെ, അവരുടെ പ്രതീക്ഷകൾ കൈവരിക്കാൻ കഴിയാതെ അവരെല്ലാവരെയും മരണം പിടികൂടി. അതുകൊണ്ട് തന്നെ മരണമെന്ന് പറയുന്ന ആ ഒരു അതിഥി നമ്മുടെ ജീവിതത്തിലേക്ക് ഏതു നിമിഷവും പ്രതീക്ഷിക്കാതെ കടന്നു വരുമെന്നുള്ള ചിന്ത നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ടതുണ്ട്. ഖബർ ജീവിതത്തെക്കുറിച്ച് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടതുണ്ട്. പടച്ച റബ്ബിൻ്റെ അലംഘനീയമായ വിധിയാണ് മരണമെന്ന് പറയുന്നത്. ജനനമാണ് മരണത്തിന് നിദാനം. ജനനം സംഭവിച്ചോ മരണം ഉറപ്പാണ്. മരണത്തിനങ്ങനെ വലിപ്പ ചെറുപ്പമോ ഉച്ചനീചത്വമോ ഒന്നും തന്നെയില്ല. ആദിമ മനുഷ്യൻ മുതൽ അന്തിമ മനുഷ്യൻ വരെ അലംഘനീയമായ ഈ വിധിക്ക് വിധേയനായിട്ടുണ്ട്. ഒരു ശരീരവും മരണം രുചിക്കാതിരിക്കില്ല എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ കൃത്യമായി നമ്മോട് പറയുന്നുണ്ട്. അത് പടുത്തുയർത്തപ്പെട്ട കോട്ടകൾക്കുള്ളിലാണെങ്കിലും മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യുമെന്നാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ്റെ പ്രഖ്യാപനം. മരണത്തിനങ്ങനെ സ്ഥലകാല നിർണയം ഒന്നും തന്നെയില്ല. താൻ എവിടെ വെച്ച് മരിക്കുമെന്ന് ഒരാൾക്കും അറിയില്ല എന്നും
അവധിയെത്തിയാൽ ഒരു നിമിഷം പോലും മുന്തിക്കുകയോ പിന്തിക്കുകയോ ചെയ്യുകയില്ല എന്നും വിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. നമുക്കറിയാം, ഈ ഭൂമിലോകത്തെ ജീവിതം അതൊരു സഞ്ചാരിയോടാണ് ഉപമിച്ചിരിക്കുന്നത്. യാത്രാക്ഷീണം തീർക്കാൻ സഞ്ചാരികൾക്ക് വേണ്ടി ഒരുക്കിയ ഒരു സത്രമാണ് ഈ ഭൂമി എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്നത് അത് പാരത്രികമാണ്. അങ്ങോട്ടുള്ള യാത്രയിൽ ഒരു ഇടത്താവളം മാത്രമാണ് ഈ ഭൂമി. ഒന്ന് ക്ഷീണം തീർക്കാൻ, ഒരു രാത്രി അന്തിയുറങ്ങാൻ, ക്ഷീണം മാറിയാൽ പ്രഭാതമായാൽ പിന്നെ വീണ്ടും യാത്ര തുടരണം. വഴിയമ്പലങ്ങളിൽ വന്ന് തങ്ങുന്നവരെല്ലാം സ്ഥിരതാമസക്കാരായുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ശാശ്വതമായ ഭവനമെന്ന് പറയുന്നത് അത് പാരത്രികം മാത്രമാണ്. മരണത്തെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കൽ സുന്നത്താണ്. എല്ലാ ആസ്വാദനങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ നിങ്ങൾ ധാരാളമായി ഓർക്കുക എന്ന് തുർമുദി നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണുവാൻ സാധിക്കും. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിലേക്ക് കടന്നു ചെന്നു. 10ഓളം പേർ സദസ്സിലുണ്ട്. അതിലൊരു അൻസ്വാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, ജനങ്ങളിൽ ഏറ്റവും മാന്യനും ബുദ്ധിമാനുമാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജനങ്ങളിൽ ഏറ്റവും മരണസ്മരണയും മരണത്തിന് തയ്യാറെടുപ്പുമുള്ളവൻ. അത്തരക്കാർ ഇഹലോകത്ത് ബഹുമതിയും പരലോകത്ത് ശ്രേഷ്ഠതയും കരസ്ഥമാക്കി. ചെരുപ്പിൻ്റെ വാറിനേക്കാൾ അടുത്താണ് മരണം. നാം എല്ലാവരും ഈ ലോകത്തു നിന്നും യാത്ര പോവേണ്ടവരാണ്. നമ്മുടെ മരണം എപ്പോഴാണെന്ന് നമുക്കാർക്കും അറിയില്ല. അറിയാൻ നമുക്ക് യാതൊരുവിധ വഴിയുമില്ല. മരണത്തെ മറികടക്കാൻ ജനിച്ചവർക്കാർക്കും സാധിക്കില്ല. മരണത്തിനങ്ങനെ പ്രത്യേകമായി ഒരു വിവേചനവുമില്ല. കറുത്തവനെന്നോ വെളുത്തവനെന്നോ, അവനൊരു സിനിമാ നടനാണോ സെലിബ്രിറ്റിയാണോ പണക്കാരനാണോ പാവപ്പെട്ടവനോ, അങ്ങനെ യാതൊരുവിധ വേർതിരിവുമില്ലാതെ മരണം എല്ലാവരെയും പിടികൂടുക തന്നെ ചെയ്യും. പണ്ഡിതനെയും പാമരനെയും പിടികൂടും. കൊട്ടാരത്തിലും കുടിലിലും പ്രവേശിക്കും. ഡോക്ടറെയും രോഗിയെയും കീഴടക്കും. പണം കൊണ്ട് എത്രയോ പേർ അഹങ്കരിച്ചു. സ്ഥാനമാനങ്ങൾ കൊണ്ട് എത്രയോ പേർ അഹങ്കാരികളായി മാറി. താനാണ് ദൈവമെന്ന് അവകാശപ്പെട്ടവർ വരെയുണ്ട്. അത്തരത്തിലുള്ള എല്ലാവരെയും മരണം പിടികൂടിയിട്ടുണ്ട്. അതുകൊണ്ട് മരണത്തെക്കുറിച്ച് എപ്പോഴും ഓർക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ഖബറിടം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കട്ടെ.